അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് പോകുന്ന മുസല്ലകളാണ് ഈ കാണിക്കുന്നത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇന്നിപ്പോൾ ഒരു 8-9 മുസല്ല ഇന്നിപ്പോൾ പാർസൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ആളുകൾ വിളിച്ച് ഓർഡർ തന്നുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു തആല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. എല്ലാവരും ഇതിൽ പങ്കാളികളാവുക, വിജയിപ്പിക്കുക. എല്ലാവരും ഓരോ മുസല്ല ഈ എളിയവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ മുസല്ല ഇതാണ്, തീരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ അല്ലാഹു തആല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഇനിയിപ്പം നമുക്ക് 3 പച്ച പോകുന്നത് പടച്ചോന്റെ കൊണ്ടുണ്ട്. എവിടേക്കുന്ന സ്ഥലം ചങ്ങരംകുളം അല്ലേ? 3 പീസ് ഇന്നലെ ഒരു ഉമ്മ വിളിച്ചതാണ്. ഉമ്മ വിളിച്ചിട്ട് 3 പച്ച അയച്ചു വെച്ചു. ഇൻഷാ അല്ലാഹ് അയച്ചു കൊടുക്കാന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ 3 പീസ് നമുക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള മുസല്ല തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ഒരു പരസ്യത്തിന് വെക്കുന്ന കേട്ടോ. ഇതിന്റെ മുകളിലുള്ള വില 756. ഇത് പരസ്യത്തിന് വേണ്ടി മാത്രം വെക്കുന്ന, എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ പരസ്യം വെക്കുന്നത്. അല്ലാതെ ഏതായാലും അന്ന് 756 നമ്മൾ അടിച്ചപ്പോ കുറെ അങ്ങോട്ട് അടിച്ചിട്ടതാണ്. പക്ഷെ അത് ഇന്നും കുറെ പേപ്പർ ബാക്കിയുണ്ട്. ഇന്നും അവർ കുറെ അട്ടി കിടക്കുന്നുണ്ട്. ഇത് 3 പീസാണ്. 3 പീസാണ് കാസർഗോഡുള്ളവരും അതേപോലെ ചങ്ങരംകുളമുള്ള ഉമ്മിച്ചിയും. കണ്ടോ പച്ച മസാല, നല്ല വലിപ്പമുള്ള മസാല, നല്ല കനമുണ്ട്. ഇപ്പൊ 2ആയി. പിന്നെ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, വിനീതമായിട്ടൊന്ന് അറിയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മുസല്ല നിങ്ങള് പിന്നെ ചില ആളുകള് എന്താ പറയാ, പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കും. അതേപോലെ തന്നെ അടിച്ചൊന്നും തിരുമ്പരുത്. അതേപോലെ വാഷിംഗ് മെഷീനിൽ ഇടരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കേടുവരുന്നത്. മുസല്ല കുറെ കാലം നിങ്ങൾക്ക് നിൽക്കും. നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല. അതേപോലെ തന്നെ അടിച്ച് തിരുമ്പരുത്. ഇതിന്റെ സ്റ്റിച്ച് ഇളകി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഈ വക്കിലുള്ള ഈ തുന്ന് ഒരു നൂല് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആ നൂലിങ്ങനെ വക്കുന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടിച്ചു തിരുമ്പുമ്പോ ആ നൂല് പൊട്ടും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നൂല് പൊട്ടാൻ പാടില്ല. നൂല് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഒരു ശരിക്കും പറഞ്ഞാല് ഈ മുസല്ല ഒരു 3 ലെയറായിട്ടാണ് ഇതിലുള്ളത്. അതെ, കുത്തി തിരുമ്പണ്ട, ബ്രഷ് കൊണ്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ട്, പിന്നെ മാക്സി ചേർക്കണം എന്നുള്ളത് അല്ലേ? അപ്പൊ നമുക്കൊരു കുറച്ച് മാക്സിയും കുറച്ച് നിസ്കാര കുപ്പായങ്ങളും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിധിയാക്കിയാൽ. സാമ്പത്തികമായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ചും കൂടെ കടബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയിൽ അത് തീർക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇപ്പൊ ഈ 3 മുസല്ല, ഈ 3 6 9 മുസല്ലാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നല്ല മുസല്ലയാണ്. നിങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പൈസ ചെലവഴിക്കുന്ന സഹോദരങ്ങൾ, ആ കൂട്ടത്തിൽ ഒരു 393 രൂപ 313 രൂപ മുസല്ല ഞങ്ങളെ വിലയാണ്. 80 രൂപ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട പൈസയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കിപ്പോ മുസല്ല പോകുന്നത് ഒന്ന് പിന്നെ വയനാടുക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വയനാടുക്കാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ 1-2 സ്ഥലങ്ങളിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്ക് പോകുന്നത് പാലക്കാടാണ്. പിന്നെ മൂന്നാമത് 3 മുസല്ല
എന്താണ് ഉദുമ, കാസർഗോഡ് ഉദുമയിലേക്കാണ് 3 പീസ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ മലപ്പുറം തന്നെ ചങ്ങരംകുളം ഒരു 3 പീസ്. അങ്ങനെ ഇപ്പൊ ഇന്നൊരു 5-8 പീസ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഇതുള്ളത് മഞ്ചേരി ഒരു പീസ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചോനെ ഈ മുസല്ലയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. തീർച്ചയായും എന്റെ എല്ലാ സഹോദരങ്ങളും ഇതിൽ പങ്കാളികളാവുക. വളരെ നല്ല മുസല്ലയാണ്. പടച്ചോന്റെ വേണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു നഷ്ടമാവില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നല്ല വലിപ്പമുള്ള മുസല്ലയാണ്. അതേപോലെ തന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് മുസല്ല ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഈ എളിയവന്റെ കയ്യിൽ നിന്നും ഓരോ മുസല്ല വാങ്ങണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ പാക്കിങ്ങും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു താത്ത പറഞ്ഞിരുന്നു മുസല്ല ഭയങ്കര പാക്കിങ് കുറച്ച് കൂടുതലാണ്, ഇൻസുലേഷൻ ടേപ്പ് കുറച്ച് കൂടുതലാണ്. എന്ത് ചെലവായാലും ഇത് നിങ്ങളെ കയ്യിൽ നല്ല രീതിയിൽ എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. അതേപോലെ തന്നെ എന്നോട് നിങ്ങൾ സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടും ഞാൻ സഹകരിക്കൽ ആവശ്യമാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ മുസല്ല കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വേണ്ടുന്നവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക. അള്ളാഹു തആല വാങ്ങാനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു തആല നൽകട്ടെ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ മുസല്ല കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്താൽ വരുന്ന കളർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ആ വ്യത്യാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരുന്നതാണ്. അപ്പൊ നമ്മളെ മുസല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ, മുസല്ലൊക്കെ കഴിയാൻ പോകുന്നതും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. നല്ല വലിയ മുസല്ലയാണ് സഹോദരങ്ങളെ. ഇന്നലെയും വിളിച്ചിട്ട് 1-2 ആളുകൾ ഈ വിലക്ക് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് മൈൻഡാക്കുന്നില്ല. കാരണം എന്റെ സഹോദരങ്ങളിൽ നിന്ന് തന്നെ ഞാൻ 786 രൂപക്ക് വിറ്റിരുന്ന മുസല്ലയാണ്. ഇപ്പൊ അതേ വിലക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 786 രൂപ വില വരുന്നത്. 2 മുസല്ലക്കാണ് ഇപ്പോൾ 786 രൂപ വില വരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കുക, വിജയിപ്പിക്കുക. പടച്ചോന്റെ വേണ്ടുകൊണ്ട് ഇതിന് ഞങ്ങളൊരു ജീവിത മാർഗം കൂടിയാണ്. ഇതിന്റെ കൂടെ നിസ്കാരക്കുപ്പായം ചേർക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നിസ്കാരക്കുപ്പായം ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കും. പക്ഷെ നിസ്കാരക്കുപ്പായം ആകുമ്പോൾ പല സൈസും പല വലിപ്പവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് കുറച്ച് ചെറിയൊരു പ്രശ്നമുള്ളത്. എന്നാലും നിസ്കാരക്കുപ്പായത്തിന്റെ ടീമുകളായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ട് വേണ്ടുകൊണ്ട് നല്ലതേ ഞാൻ എത്തിക്കുകയുള്ളൂ. അപ്പം മഞ്ചേരിക്കുള്ള പേക്ക് റെഡിയായി. ഇനി അടുത്തത് നമ്മളത് ചങ്ങരംകുളത്തേക്കുള്ള, ചങ്ങരംകുളം അല്ലല്ലോ, ഒരു പീസ് പാലക്കാടുക്കുള്ളതാണ്. കാപ്പി കളർ. ഒരിക്കൽ കൂടെ മുസല്ല കാണിച്ചത് നല്ല മുസല്ലാണ് കേട്ടോ, വലിയ മുസല്ലയാണ്, ജംബോ മുസല്ല. 120 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളവും വീതിയും. നീളം 120 സെന്റിമീറ്ററും വീതി പിന്നെ 80 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നല്ല വലിപ്പമുള്ള മുസല്ല തന്നെയാണ്. കുറച്ച് നേരം വൈകിന് ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോകാനുണ്ട് ഇൻഷാ അല്ലാഹ് സാധനങ്ങൾ. അപ്പൊ ഇത് പൊതിഞ്ഞു കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പോകുന്ന കൂട്ടത്തില് എന്താ അവിടെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു യാത്രാ ചെലവ് ലാഭം കിട്ടുകയും ചെയ്യും. കാർഗോന്റെ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല. ചില ദിവസങ്ങളുണ്ടാവും, ചില ദിവസങ്ങളുണ്ടാവും. ഈ ആഴ്ച ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് വന്നിട്ട് പിന്നെ പോയിട്ടില്ല. പിന്നെ ഇതുവരെ വിളി വന്നിട്ടില്ല, സാധനം ഇല്ല. നമുക്ക് ഓട്ടോറിക്ഷയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിളി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കുള്ള സാധനം ഇല്ലെങ്കിൽ കൂടുതൽ സാധനം ഉണ്ടാകുമ്പോൾ അവർ വലിയ വണ്ടിക്കൂടും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ജീവിതം കഴിഞ്ഞ് പോകണം ഇൻഷാ അല്ലാഹ്.
നിങ്ങളൊക്കെ സപ്പോർട്ടും വിലയേറിയ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ മുസല്ലയായിട്ടുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം മുസല്ല കിട്ടിയവരൊക്കെ അഭിപ്രായങ്ങൾ, ഞാൻ ഈ മുസല്ല വാങ്ങുന്നവരൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രൂപ്പിൽ ചേർത്തിട്ടാണ്, ഗ്രൂപ്പിലെല്ലാവരും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോ ഗ്രൂപ്പിൽ ചേർക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇങ്ങനെ കാണുക, മറ്റുള്ളവരിലേക്ക് പർസന്റ് കണ്ടന്റ് എത്തിക്കുക. അതും കൂടി ആവശ്യം കണക്കാക്കിലാണ് നിങ്ങളെ ഞാൻ ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാര്യ ഒരു ടൈലറാണ് കേട്ടോ. അപ്പൊ മാക്സി ഒക്കെ ചേർക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. എന്റെ സഹോദരങ്ങൾക്ക് വില കുറച്ചിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ചില സ്റ്റിക്കറിന് ഭയങ്കര പശയാണ്, ചിലതിന് പശ കുറവാണ്. പിന്നെ ഇന്നലെ ഇൻസുലേഷൻ ടാപ്പ് കുറച്ച് കൂടുതലാണ് ആവും എന്ന് പറഞ്ഞിട്ട് താത്ത മുസല്ല വാങ്ങിയ താത്ത പറഞ്ഞത്. അപ്പൊ താത്താനോട് ഇത് സംഭവം എന്ന് പറഞ്ഞാല് കൊറിയറിന്റെ പണിയിൽ ഞാൻ ജോലി ചെയ്തതുകൊണ്ട് ഈ കൊറിയറിന്റെ പണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്നതൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പാക്കറ്റ് നന്നാക്കണം എന്നുള്ളതാണ്. അതിന് ടാപ്പ് നോക്കിയിട്ടോ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അടുത്തത് പാലക്കാടുക്കുള്ളത് റെഡിയായി. ഇനി നമുക്ക് 3 എണ്ണം പോകാനുള്ളത്, 3 പീസ് പോകാനുള്ളത് ചങ്ങരംകുളമാണ് കേട്ടോ. മതിയാ? മതിയെങ്കിൽ മതിതാ, ഇനി കഴിഞ്ഞു. ഇവിടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. പഠിച്ചുകൊണ്ട് കൊണ്ടുവന്നത് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്.